ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബോബി. ഞാൻ മഞ്ഞുമൽ കർമ്മയത്ത സഭയിലെ ഒരു അംഗമാണ്. ഞാൻ ഈ സഭയിൽ ഏകദേശം ഒരു 22 വർഷത്തോളമായി വൈദികനായി സേവനമനുഷ്ഠിക്കുന്നു. ഞാനിപ്പോൾ മഞ്ഞുമൽ കർമ്മയത്ത സഭയിലെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരിക്കലും മാതാവിനെ കൂടാതെ ഈശോയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. മാതാവ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അമ്മയിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് വന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. വീണ്ടും ഞാൻ എൻ്റെ കൊച്ചുനാളിലെ തുടങ്ങിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. പലപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ 2 അമ്മൂമ്മമാർ, പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ്റെ ഭാഗത്തു നിന്നുള്ളത്, അമ്മയുടെ ഭാഗത്തു നിന്നുള്ള അമ്മൂമ്മമാരാണ് എന്നെ ഈ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ആദ്യത്തെ, ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ വേദോപദേശ ടീച്ചേഴ്സാണ് അവർ. അവരെപ്പോഴും എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഈശോയുടെ കഥകൾ, മാതാവിൻ്റെ വിശുദ്ധയുടെ കഥകൾ, ഇതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് ഒരു ഈശോയുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം, എനിക്കതിനെ ഒരു ഭക്തി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെറുപ്രായത്തിന് എനിക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എന്തോ ഒരു അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കലും അത് ഒരു ഭക്തി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതായിരിക്കാം ഈശോയെക്കുറിച്ചുള്ള അറിവിലേക്ക് എന്നെ നയിച്ചത്. ഞാൻ അറിവെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നീട് മാതാവിനോടുള്ള ഭക്തി എങ്ങനെയാണ്, എപ്പോഴാണ് എന്നിലേക്ക് വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമില്ല. പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് എനിക്കെന്തോ മാതാവിനോട് വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളിൽ ഞാനൊരു ചെറിയ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുമായിരുന്നുള്ളത്. ഇപ്പോഴും എൻ്റെ ആ രൂപം എൻ്റെ കൈവശം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു അടുപ്പം, അമ്മയോടുള്ളൊരു അടുപ്പം, അത് ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായിരിക്കും. അമ്മച്ചിക്ക് മാതാവിനോടൊക്കെ ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്മയെ കൂടുതൽ, എൻ്റെ സ്വന്തം അമ്മയേക്കാൾ ഉപരിയായിട്ട് എന്തോ മാതാവിനോട് എനിക്കൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചുനാളിലെ ഈ സ്വപ്നം കണ്ട് കരയുമായിരുന്നു. ഉറക്കത്തിലൊക്കെ സ്വപ്നം കണ്ട് ഈ പിശാചിനെ കണ്ട് അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് നൈറ്റ് മെയർസ് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ട് ഞാൻ രാത്രി ഉറക്കെ കരയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മിച്ചു ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. പക്ഷെ അമ്മിച്ചു ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു കഴിഞ്ഞാലും എൻ്റെ കരച്ചിന് മാറില്ല. ഞാനപ്പോൾ ആവശ്യപ്പെടുന്നത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ഈ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തരണം. ആ മാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഈ കരച്ചിനും തീരും. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം മാതാവുമായിട്ട് പണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ സെമിനാരിൽ ചേർന്നു. സെമിനാരിൽ ചേർന്നപ്പോൾ ചേർന്ന അന്ന് തുടങ്ങി ഞാൻ പറയും, ഇന്ന് വരെ ജപമാല ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല. അത് സെമിനാരിൽ ചേർന്ന ആദ്യ വർഷങ്ങളൊക്കെ മേ ബി ഒരു ജപമാല ആയിരിക്കാൻ ഞാൻ ചൊല്ലുന്നത്, ഒരു രഹസ്യമായിരിക്കാൻ ചൊല്ലുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടാൻ തുടങ്ങി. ഇങ്ങനെ മിക്കപ്പോഴും ഞാൻ ജപമാല ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് ഈ ദിവസം ആരംഭിക്കുന്നവരെ ഞാൻ മുടക്കിയിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ബന്ധം ജപമാലയിലൂടെ എനിക്ക് ഈശോയായിട്ട്. അപ്പോൾ ആ ജപമാല തുടങ്ങുമ്പോൾ തന്നെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വെറുതെ ഒരു ചടങ്ങ് മാതിരിയായിരുന്നു എനിക്ക് ജപമാല. വെറുതെ ചൊല്ലിക്കൂട്ടുക, അതിൽ കവിഞ്ഞൊന്നുമില്ല എനിക്ക്. ഒരു ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ സ്ലോലി വൈദികനായി കഴിഞ്ഞതിന് ശേഷം ജപമാലയിലെ രഹസ്യങ്ങൾ കുറച്ചൊക്കെ ധ്യാനപൂർവ്വം ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓരോ രഹസ്യങ്ങളും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ അതെനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോയത് ആ രഹസ്യങ്ങളാണ്. ശരിക്കും മഹിമയുടെ രഹസ്യങ്ങളായാലും ഉദ്ധാനത്തിൻ്റെ ഈ എല്ലാ രഹസ്യങ്ങളും സാവധാനത്തിൽ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. യഥാർത്ഥ മരിയ ഭക്തി ചെന്ന് അവസാനിക്കുന്നത് ഈശോയിലാണല്ലോ. അതാണ് സംഭവിച്ചത്. ഇന്ന് എനിക്ക് മാതാവിനെക്കുറിച്ച് പറയണമെങ്കിൽ ഈശോയെക്കുറിച്ചും പറയണം, ഈശോയെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് മാതാവിനെക്കുറിച്ചും പറയണം. ഇവർ രണ്ടുപേരും ഇൻസെപ്പറബിളാണ്. ഏത് തിയോളജി പറഞ്ഞാലും ഇതൊരു സത്യമാണ്.
അമ്മയില്ലാതെ മകനില്ല, മകനില്ലാതെ അമ്മയില്ല. ഈ അനുഭവമാണ് ഇന്ന് എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര അനുഭവങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ എത്ര പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പ്രാർത്ഥന പോലും മാറിപ്പോകുന്നുണ്ട്. നേരത്തെയുള്ള പ്രാർത്ഥനയല്ല ഇത്. എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ചോദിക്കാനൊന്നുമില്ല, ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഐ ഫീൽ ഹിസ് ലവ്. ഐ ലവ് ഗോഡ് ബിക്കോസ് ഐ ലവ്. ദർ ഇസ് നോ റീസൺ. എനിക്ക് കാരണങ്ങളില്ല. കാരണം ഞാൻ സ്നേഹിക്കുന്നു അത്രമാത്രം. ഇതാണിന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ പരിശുദ്ധ കുർബാന നയിച്ചുകൊണ്ട് പോകുന്നത്. കാരണം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വീണ്ടും ഞാൻ പരിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എ ലവ്. എനിക്ക് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഈ സ്നേഹം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ നമുക്ക് വാക്കുകളില്ല. ബിക്കോസ് ലവ് ഈസ് ടു ബി എക്സ്പീരിയൻസ്. അത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിലാണ് ആ അനുഭവം. ആ അനുഭവം വളരെ ശക്തമാണ്. ആ അനുഭവമാണ് ബോധ്യങ്ങളായി മാറുന്നത്. പരിശുദ്ധ കുർബാന ഇന്നെനിക്ക് വെറുതെ ഒരു കുർബാനയല്ല. ഞാനിന്ന് വൈദികനാണ്. ഞാൻ കുർബാന ചൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ആ സ്ഥാപന വചനങ്ങൾ ചൊല്ലുമ്പോൾ ഐ റിയലി ഫീൽ അവിടെ ഞാനല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഞാൻ തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ അച്ഛനാണതിന് മുമ്പ് ഫോർമേഷൻ ടൈമിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളല്ല പരിശുദ്ധ കുർബാന ചൊല്ലും. അപ്പോഴൊക്കെ എനിക്കതൊരു തിയററ്റിക്കൽ നോളേജ് ആയിരുന്നു. ബട്ട് നൗ എനിക്ക് ഐ ഫീൽ ഈവൻ ആ മൂമെൻ്റിൽ ഞാൻ ഈശോയെ അനുഭവിക്കുന്നുണ്ട്. ആ മൂമെൻ്റിൽ എൻ്റെ കൈകളിൽ ഈശോ വരുമ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫീൽ ചെയ്യുന്നത് നമ്മളെ മാനുഷിക തലത്തിലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു സന്തോഷം. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു മൂമെൻ്റ് ഉണ്ടല്ലോ, ഒരു ഭയവും ഇല്ലാത്തൊരു മൂമെൻറ്റ്, ഒരു ആങ്സൈറ്റിയും ഇല്ലാത്തൊരു മൂമെൻറ്റ്. ആ മൂമെൻ്റാണ് പരിശുദ്ധ കുർബാന എൻ്റെ കയ്യിലുള്ള അനുഭവം ഞാൻ അനുഭവിക്കുന്നത്. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. ഈശോയെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ശരിക്കും മാതാവ് അനുഭവിച്ച ആ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. മാതാവ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതൊരു ധ്യാനമാണ്. അനുദിന ജീവിതത്തിലെ തെക്ത അനുഭവങ്ങളായാലും നല്ല അനുഭവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഈശോയോട് അടുക്കുമ്പോൾ വചനം നമുക്ക് അനുഭവമായിട്ട് മാറും. പലപ്പോഴും നേരത്തെയൊക്കെ ഞാൻ ബൈബിള് വായിക്കുന്നത് വളരെ കുറവായിരുന്നു. എനിക്ക് അത്ര വലിയ ശീലമൊന്നുമില്ല ബൈബിള് വായന. പക്ഷേ പരിശുദ്ധ കുർബാനയോട് അടുക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ ഒരു മാറ്റമാണ് ഈശോയെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ. ആ കേൾക്കുന്നത് ശരിക്കും നമ്മൾ ഈ വചനത്തിലൂടെയാണ്. ഈശോ നമ്മളോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ നാടൻ ഭാഷയെ പോലെ ഒരു വല്ലാത്തൊരു ആർത്തി വചനത്തോട് നമുക്ക് തോന്നുന്നു. ഓക്കെ, മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഈ വചനം ധ്യാനിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത് മാതാവ് ശരിക്കും ജപമാലയിലൂടെയാണ്. ജപമാലയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ വചനത്തോടാണ് ഞാൻ അടുക്കുന്നത്. പരിശുദ്ധ കുർബാനയിലെ എന്നോട് ഈശോ സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. ഇന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് ഞാനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എനിക്കറിയാം ഇത് ഞാനല്ല, എന്നിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഇത് വലിയൊരു മാറ്റമാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനോഭാവങ്ങളെ മാറ്റി പലതിനെയും ഇത് മാറ്റിമറിച്ചു. ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങൾ
അതിപ്പോൾ നമ്മുടെ കഴിവുകളായിരിക്കാം, നമ്മുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, ഇതൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നെനിക്ക് കാണിച്ചു തരുന്നു. നിനക്ക് വേണ്ടത് ഞാൻ മാത്രം, ഈശോയെ മാത്രം മതി എന്ന് പറയുന്നതിന് എൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈശോയെ നേടിക്കഴിഞ്ഞാൽ എല്ലാം നേടാം. ഈ ഒരു അനുഭവം, ഇതൊരു അനുഭവമാണ്. ഈ അനുഭവമാണ് എന്നെ വലിയ ബോധ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദിവ്യാന്യതയുമായിട്ടുള്ള അടുപ്പം വരുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുന്ന സമയത്താണ്. ദിവ്യാന്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെലവഴിക്കുന്ന സമയം, നേരത്തെ ഈ സമയം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നെ പിടിച്ചിരുത്തിയായിരുന്നു. ഇപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോൾ നിയമങ്ങളുടെ ഇതനുസരിച്ച് ഞാൻ അവിടെ പോയിരിക്കണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുക. ഞങ്ങൾക്ക് വിസിറ്റ് എന്ന് പറയുന്നൊരു ഭക്താഭ്യാസമുണ്ട്. വിസീത്ത എന്ന് ലാറ്റിന് പറയും. അതായത് ഈശോയെ പോയി ഇടയ്ക്കൊന്ന് പോയി കാണുക, ഒന്ന് പോയി ചാപ്പലിൽ പോയി കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു സ്നേഹപ്രകടനം ചൊല്ലുക. അങ്ങനെ ഒരു വിസീത്ത എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരു ടൈം ടേബിൾ വെച്ചായിരുന്നു. 1 മണിക്ക് ഒരു വിസിറ്റ്, ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് വിസീത്ത കഴിക്കാൻ ടൈം ടേബിൾ ആവശ്യമില്ല. ഇതാണ് ആകർഷണം, പരിശുദ്ധ കുർബാനയിലേക്കുള്ള ആകർഷണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണാൻ പോകണമെങ്കിൽ നമ്മൾ ടൈം ടേബിൾ വെച്ച് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ അത് സ്നേഹമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയെ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല, എപ്പോൾ വേണമെങ്കിലും പോകാം. അത് ഞാൻ എൻ്റെ മുറി ചാപ്പലിൻ്റെയൊക്കെ അടുത്താണ്. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്ന് ആ മുറിയിലേക്കൊന്ന് കയറാനുള്ളൊരു ആകർഷണമുണ്ട് എനിക്ക്. ഇതാണ് പരിശുദ്ധ കുർബാന നമ്മളെ ആകർഷിക്കുന്നത്. എത്ര ശക്തമായ ആകർഷണമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഏറ്റവും അടുത്തുള്ള, ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ സന്തോഷം, ഇതാണ് പരിശുദ്ധ കുർബാനയിലേക്ക് ഉള്ള നമ്മുടെ ആകർഷണം. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി, ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി. പരിശുദ്ധ കുർബാനയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് തികച്ചും വ്യത്യസ്തമായൊരു ഫീലിംഗാണ്. നമുക്ക് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും സഹനങ്ങൾ നമുക്ക് ഭയങ്കര ഭാരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ സഹനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ നീ സഹിക്കുന്നത് എന്താണെന്ന് നിനക്ക് കാണിച്ചു തരും. യഥാർത്ഥത്തിൽ നമ്മുടെ സഹനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ്. സ്നേഹിക്കുന്നതിന് മാത്രമേ സഹിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതിന് പറ്റില്ല. അത് ഈശോ തൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരും. ഈശോ സ്നേഹിക്കുമ്പോൾ കുറേ വിട്ടുകൊടുക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കെല്ലാം വിട്ടുകൊടുക്കാൻ തോന്നും. ഒന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്തിന് നമ്മൾ പിടിച്ചു വെക്കുന്നു? എല്ലാം നമുക്ക് തിരികെ ഡബിളായിട്ട് ലഭിക്കുന്നുണ്ട്. അതൊരു അനുഭവമാണ്, അതൊരു ബോധ്യമാണത്. പരിശുദ്ധ കുർബാനയുടെ അടുത്ത് ഇരിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നൊരു ബോധ്യം. നിന്റെ സഹനങ്ങൾ യഥാർത്ഥത്തിൽ വേദനകളല്ല, അത് സ്നേഹമാണ്. ഈ ഒരു അർത്ഥം ജീവിതത്തിൽ, ഈ സഹനങ്ങളുടെ ഒരു അർത്ഥം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടല്ലോ, അത് അപാരമാണ്. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. നമുക്കൊരു തീയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ചൂട് ലഭിക്കുന്നത് പോലെയാണ് പരിശുദ്ധ കുർബാന ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ.
ഈശോ തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണത്. ഈശോയെ സ്വീകരിക്കുന്നവർക്കും ഈശോയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധ കുർബാനയുടെ ലഭിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ ഉൾക്കാഴ്ച. ഇന്ന് ഈ ഒരു ഉൾക്കാഴ്ച എന്നിൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഈ സന്യാസ വൈദിക ജീവിതം ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി എനിക്ക് പരിശ്രമിക്കുവാനുള്ള ആഗ്രഹം ലഭിക്കുന്നത്. ബാക്കിയുള്ളതാൽ എല്ലാം ഈശോയുടെ ദാനം. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. പരിശുദ്ധ കുർബാനയായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്താണ് എൻ്റെ യഥാർത്ഥ അനുഭവം. ഞാനൊരിക്കലും എനിക്ക് ഈശോയോട് ഇന്നത് വേണം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ കണക്ട് ചെയ്യുന്നത് വീണ്ടും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചനോട് ആവശ്യങ്ങൾ പറയുന്നതാണ്. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ഞാൻ അറിയാതെ എന്നെ സഹായിച്ചു തരുന്നു. ഒരു ചെറിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്താണ്. ഇതുപോലെയുള്ള അനുഭവമാണ് എനിക്ക് ഈശോയായിട്ടുള്ളത്. എനിക്കൊന്നും ഈശോയോട് ചോദിക്കാൻ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയാം. എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ, ഈ പ്രത്യേകമായ ആവശ്യങ്ങൾ പോലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിനറിയാം. പലപ്പോഴും ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കുമെങ്കിലും ഞാൻ ചോദിക്കാറില്ല. എൻ്റെ ജീവിതത്തിലെ അത്ഭുതം എന്ന് ഞാൻ പറയുന്നത് ഇന്നെനിക്ക് ആഗ്രഹങ്ങൾ ഇല്ല എന്നതാണ്. ഒന്നിനോടും എനിക്ക് വലിയ ആഗ്രഹമില്ല. ഇന്നതായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഐ എം നോട്ട് അംബീഷ്യസ്. ഒരൊറ്റൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റും. ഒരുപക്ഷെ ഇത് സാധാരണ വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയാളിൽ നിന്ന് ആഗ്രഹിക്കും. നമ്മൾ ആഗ്രഹിക്കില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സാധിച്ചു തരുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരുമെങ്കിൽ ഞാനത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ ഇത് വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ബന്ധങ്ങൾ ആഴപ്പെടുമ്പോഴല്ലേ സ്നേഹം വർദ്ധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നും ഇന്നൊരു അനുഗ്രഹം കിട്ടി എന്നെനിക്ക് പറയാനില്ല. എൻ്റെ ജീവിതം മുഴുവനും വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ഈ പഠനം തന്നെ, അതുപോലെ മറ്റു കാര്യങ്ങൾ, വൈദ്യനായത്, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ PhD പഠനമാണ്. ഞാൻ ഓർക്കുന്നു, ആ യൂണിവേഴ്സിറ്റി ഓഫ് ബാസൽ, സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ എക്ലാസിസ്റ്റിക്കൽ സ്റ്റഡി നടത്തിയിട്ട് ഒരു സെക്യുലർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാം എൻ്റെ ഈശോ ശരിയാക്കി തരുമായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേക പ്രാർത്ഥനകളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല.
പക്ഷെ ദൈവം എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് സഹായിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപേക്ഷകളില്ല, പരാതികളില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഈശോയെ സ്നേഹിക്കുമ്പോൾ അതാണ് സംഭവിക്കുക. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതെങ്കിൽ അത് സ്നേഹമാണ്. എനിക്കങ്ങനെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്കൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് പലപ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരു തത്വമാണത്. ഞാനൊന്നും ഈശോയോട് ചോദിക്കില്ല, ഈശോ എനിക്ക് തരും. ആ ഒരു വിശ്വാസം, ഈ വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗതനായവൻ വിളിച്ചിടും.